Hi, listeners. I am Jabir. Welcome to the new innovative learning platform. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ സെഷൻ്റെ തുടർച്ചയെന്നോണം ബിസിനസ് എൻവിയോൺമെൻറ്റിനെ കുറിച്ച് തന്നെയാണ്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് മൈ വോയിസ് ആൻഡ് പ്രസൻറ്റേഷൻ. ഇന്നത്തെ ടോക്ക് കോമ്പോണൻസ് ഓർ ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവിയോൺമെൻറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കോമ്പോണൻസ് ഓർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എൻവിയോൺമെൻറ്റ്. ബിസിനസ് എൻവിയോൺമെൻറ്റ് ഈസ് എ സറൗണ്ടിങ്സ് ഓർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ബിസിനസ്. അല്ലേ, എന്താണ് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്നുള്ളത്? സർക്കിളാണ്, അല്ലെങ്കിൽ സറൗണ്ടഡ് ആക്ടിവിറ്റീസിനെയാണ്, സറൗണ്ടഡ് ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ സറൗണ്ടഡ് ഫാക്ടേഴ്സുകളെയെല്ലാം നമുക്ക് ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ടൈപ്സ്: ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ്. What do you mean by internal environment within the organization? ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള സെർട്ടൻ ഫാക്ടേഴ്സുകളെയാണ് ദാറ്റ് ടു കൺട്രോളബിൾ ബൈ us. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സുകളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാല്യൂസ് ഓഫ് ഓർഗനൈസേഷൻ്റെ വാല്യൂസ്. Factors like mission and objectives of the organization, business policies and practices are molded based on the values of the founders and pioneers of the organization. ഒരു വ്യക്തി ബിസിനസ് ഉണ്ടാക്കുകയാകുമ്പം അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ആ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെർട്ടൈൻ വാല്യൂസുകളെ, സെർട്ടൈൻ മൂല്യങ്ങളെ എന്ത് ചെയ്യും, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തൊരു കാര്യം ബിസിനസ്സിൻ്റെ വിഷനാണ്, മിഷനാണ്, ഒബ്ജക്റ്റീവ്സാണ്. വിഷൻ എന്താണെന്ന്, മിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത്. ആഫ്റ്റർ 10 years I want to become a very good lawyer. Like every companies have certain missions or visions. After 10 years, world number 1 dealer of automobile or particular products, അങ്ങനെ പറയുന്നത് അവരുടെ വിഷനാണ്. ദെൻ മിഷനാണ്. ഈ വിഷനിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളെയാണ് മിഷൻ എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? മാനേജേഴ്സ് ക്യാൻ മാനേജ് ദീസ് കൈൻഡ് ഓഫ് വിഷൻ ആൻഡ് mission and objectives. For example, Tata Consultancy Services TCSൻ്റെ മിഷൻ എന്ന് പറയുന്നത് ടു ഹെൽപ്പ് കസ്റ്റമേഴ്സ് അച്ചീവ് ദെയർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ബൈ പ്രൊവൈഡിങ് ഇന്നോവേറ്റീവ് ബെസ്റ്റ് ഇൻ ക്ലാസ് കൺസൾട്ടിങ് IT സൊല്യൂഷൻ ആൻഡ് സർവീസസ്. TCS IT സൊല്യൂഷൻസും സർവീസസും ഒക്കെ കൊടുക്കും അവരുടെ കസ്റ്റമർക്ക്. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ദെയർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതായത് അവർ B2B ബിസിനസ്സാണ്, ബിസിനസ് ടു ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TCS വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് മിഷൻ. അത് വേണമെങ്കിൽ TCSന് വേണമെങ്കിൽ മേക്ക് ക്യാൻ ചേഞ്ച്, അല്ലേ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറുകളിൽ ഒന്നാണ് വിഷൻ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തെ കാര്യം മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് നാച്ചുറാണ്. Factors like organizational structure, the composition of the board of directors, level of professionalization of management, etc. have effect or influence business decision and strategies. നിങ്ങൾ മാനേജീരിയൽ സ്റ്റൈൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ? അതിൻ്റെ എന്താ പറയുക, മാനേജ്മെൻറ്റ് സ്റ്റൈൽസ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഓർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രൊഫഷണലൈസേഷൻ, ഇതെല്ലാം എന്താണ് ബിസിനസ്സിൻ്റെ
ഇൻറ്റേർണൽ എൻവിയോൺമെൻ്റ് ആണ്. ദെൻ മറ്റൊരു ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിൽ പെട്ടതാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് എനി ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ എന്താ പറയുക, ദ എംപ്ലോയീസ് ലൈക്ക് സോഫ്റ്റ് ആൻഡ് ഹാർഡ് സ്കിൽ, എമിനൻറ്റ്, സെൽഫ് എസ്റ്റീം, dedicated, attitude and aptitude etc. could add to the strength and weaknesses of organization. ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മുടെ മെൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കേഴ്സ്, സ്റ്റാഫ് എന്ന് പറയുന്നതൊക്കെ. അവരെ എഫക്റ്റായിട്ടും അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരാണ് ദേ ആർ ദ ഡിസൈഡേഴ്സ് ഓഫ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദെൻ മറ്റൊരു ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഓണേഴ്സ് ആർ ദ പീപ്പിൾ ഹൂ ആർ ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ഇൻ ദ കമ്പനി ആൻഡ് ഹാവ് പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ക്ലൈം ഓൺ ദി ഓർഗനൈസേഷൻ. ഓണർ ആരാണ്? ബിസിനസ്സിൻ്റെ ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന് ക്യാഷ്, ബിസിനസ്സിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, ഓണേഴ്സ് എന്ന് പറയുക. ദേ വിൽ എക്സ്പെക്റ്റ് പ്രോപ്പർ റിട്ടേൺ, ദേ വിൽ എക്സ്പെക്റ്റ് പ്രോപ്പർ ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ദെൻ board of directors. The board of directors is the governing body of the company who are elected by stockholders or shareholders. ഈ ഷെയർഹോൾഡേഴ്സ് ഇലക്ട് ചെയ്തിട്ടുള്ള ബോർഡ് മെമ്പേഴ്സിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണെന്ത്, ഗവേണിംഗ് ബോഡി ഓഫ് അവർ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ടോപ്പ് ലെവൽ അതോറിറ്റിയിൽപ്പെട്ട ആൾക്കാരെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം അല്ലേ. ദെൻ അതർ ഫാക്ടേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗുഡ് റിസർച്ച് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ഓർഗനൈസേഷൻ ഈസ് സ്ട്രോങ് ഇൻറ്റേർണൽ കോമ്പോണൻറ്റ് ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഇറ്റ് പ്രോസ്പെരിറ്റി. കമ്പനിയുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി, കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള R&D ടീമിന് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിന് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് such as venture will enhance its reputation and can exploit first mover advantage, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയും. നമ്മൾ റിസർച്ചും ഡെവലപ്പും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബ്രിങ് ന്യൂ തിങ്സ് ഓർ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ പുതുതായി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് 100% നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, കമ്പയർഡ് ടു കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് കൂടുതലായിട്ടും ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതാണെന്ത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക്. അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മാനേജ്. ദെൻ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി, ഇറ്റ്സ് എഫക്റ്റീവ് എക്സ്പ്ലോയിറ്റേഷൻ എക്സെട്ര ഹാവ് എ ഓൺ ദി influence of business. There are number of other internal factors like physical asset and facilities like production capacity, marketing capabilities like marketing personnel and distribution network etc. ഇതെല്ലാമാണ് നമ്മൾ പറയുന്ന ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ്. ഒന്നുമല്ലോ, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് ആർ ദ factors influencing factors within the organization and it is controllable by us. അടുത്തതായിട്ട് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് ആസ് യു ഓൾ നോ, എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ്സ് അതിൻ്റെ ആ വേർഡിൽ തന്നെ ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡർ ഓഫ് ദി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിൻ്റെ പുറത്തുള്ള ചില ഫാക്ടേഴ്സുകളെയാണ്, ചില കോമ്പോണൻസുകളെയാണ് നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 types, മൈക്രോ ആൻഡ് മാക്രോ എൻവിയോൺമെൻറ്റ്.
മൈക്രോ എൻവയോൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വേംസ് ഐ വ്യൂ. ഒരു പുയു എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതേപോലെ നമ്മളെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പുറത്തുള്ള സെർട്ടൈൻ ഫാക്ടേഴ്സുകളെയൊക്കെയാണ് നമ്മളെന്താ പറയുക മൈക്രോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. A company's microenvironment consists of elements that directly affect the company, such as competitors, customers, and suppliers. സപ്ലയേഴ്സ് പോലെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പോലെ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് പോലെ കോമ്പറ്റീറ്റേഴ്സ് പോലെ പബ്ലിക് പോലെയുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ദി ബിസിനസ്, ഡയറക്റ്റ്ലി എഫക്ട് ദി ബിസിനസ്സിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സെർട്ടൈൻ ഫാക്ടേഴ്സുകളെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അപ്പം ആരാണ് സപ്ലയർ എന്ന് നോക്കാം. സപ്ലയർ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ഇൻ ദ ടാസ്ക് എൻവയോൺമെൻറ്റ്. അതേപോലെ തന്നെ ഈ മൈക്രോ എൻവയോൺമെൻറ്റിന് മറ്റൊരു പേരാണ് കേട്ടോ ടാസ്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലയർ ആർ ദോസ് പേഴ്സൺ ഹു സപ്ലൈ ദി ഇൻപുട്ട് ലൈക്ക് റോ മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലുകളെയും കോമ്പോണൻസുകളെയും ഒക്കെ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ പുറത്തുള്ള ഒരു ടീമിനെയാണ് ഒരു ഇൻഫാക്ടറുകളെയാണ് നമ്മൾ എന്താ പറയുക സപ്ലയർ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമുക്ക് സപ്ലയർ അടുത്തുനിന്ന് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. നമുക്ക് ടൈംലി വി കനോട്ട് ഡെലിവർ ദ പ്രോഡക്റ്റ് ഇൻ ടു ദി മാർക്കറ്റ് അല്ലേ. ഇതെല്ലാം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ പറഞ്ഞ കാര്യമാണ് കസ്റ്റമർ ആർ ദ കിങ് ഓഫ് മാർക്കറ്റ്. ദേ ആർ ദ ഡിസൈഡേഴ്സ് ഓഫ് ദ മാർക്കറ്റ്. ഓൺ ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് കസ്റ്റമേഴ്സ് ഹാവ് ദി ഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ലേ. ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് എന്ത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ അടുത്ത് നിന്ന് കസ്റ്റമർ അടുത്തേക്ക് കൺസ്യൂമർ അടുത്തേക്ക് ഐറ്റം ഡെലിവറി ആവുന്നതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസ് മിഡിൽ മാൻസിനെയാണ് നമ്മൾ എന്താ പറയുക മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങളറിയാം കോമ്പറ്റീറ്റേഴ്സ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ റണ്ണിങ് the business enterprises. Business has to adjust the various activities in accordance to the behavior of competitors. നമുക്ക് കോമ്പറ്റീറ്റർ അനുസരിച്ച് കിടപിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കോമ്പറ്റീറ്റേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അറിയണം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദീസ് ആർ ഓൾ ദ മൈക്രോ എൻവയോൺമെൻറ്റ്. ദെൻ നമ്മൾ മെയിനായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് മാക്രോ എൻവയോൺമെൻറ്റ്. മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഔട്ട്സൈഡ്, അതായത് ഇറ്റ്സ് മാക്രോ എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ടു എ ബേർഡ്സ് ഐ വ്യൂ. ഒരു പക്ഷി മുകളിൽ നിന്ന് എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് നമ്മൾ, അതായത് വേൾഡിന് അല്ലെങ്കിൽ ആ രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ എന്താ പറയുക മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് വി കനോട്ട് കൺട്രോൾ, നമുക്ക് ബിയോണ്ട് അവർ കൺട്രോൾ ആയിട്ടുള്ള സെർട്ടൻ ഫാക്ടേഴ്സുകളെയാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസ്, ഫോർ എക്സാമ്പിൾ എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, ഗ്ലോബൽ, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്, എക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. പഠിക്കാനുള്ള സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. സ്റ്റെപ്പിനെന്ന് പറയും സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. ഇനി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻ്റ് ആണ്. എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്? ഇറ്റ്സ് വൺ ഓഫ് ദ എക്സ്റ്റേണൽ മാക്രോ എൻവയോൺമെൻറ്റ് ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ.
ഇൻഫ്ലുവൻസിങ് ഫാക്ടർ തന്നെയാണ്. ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസസ് ഓഫ് ദി സൊസൈറ്റി. Social and cultural factors in various places of the globe affect the business. ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. These factors include attitude of the people to work. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ജനങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺ, attitude to wealth, family, marriage, religion, education, ethics, human relation, and social responsibilities. Then culture. Culture is derived mostly from the climatic conditions of the geographic region. റീജിയൻ ബൈ റീജിയൻ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് കൾച്ചർ ഡിറൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ട്രഡീഷണൽ ബിലീഫ് ആൻഡ് വാല്യൂസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ഷെയർഡ് ഇൻ എ ഗിവൺ സൊസൈറ്റി. ഇന്ത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളുടെ കൾച്ചർ ഒരുപാട് ട്രഡീഷണൽ ബിലീഫ്സും വാല്യൂസും ഒക്കെ നമുക്ക് നമ്മുടെ കൾച്ചറിലുണ്ട്. അതേപോലെ മറ്റൊരു രീതിയിലാണെങ്കിൽ എ ടോട്ടൽ വേ ഓഫ് ലൈഫ് ആൻഡ് തിങ്കിങ് പാറ്റേൺ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഓരോ ജനറേഷൻ ബൈ ജനറേഷൻസ് കൈമാറിക്കൊണ്ടിരിക്കുന്ന സെർട്ടൻ കൈൻഡ്സ് ഓഫ് തിങ്കിങ് പാറ്റേൺ, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാം നോംസ്, കസ്റ്റംസ് ആൻഡ് ആർട്ട്, വാല്യൂസ്, ദീസ് ആർ ഓൾ കൾച്ചേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് കൾച്ചർ ഡിറൈവ് ചെയ്ത് വരുന്നുള്ളത് എന്ന് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സ്ക്രിപ്റ്റീവ്. പരമ്പരാഗതമായിട്ട് അവിടെ ജീവിച്ച ആൾക്കാരിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു തിങ്കിങ് പാറ്റേൺ. ഫോർ എക്സാമ്പിൾ പ്രൊഹിബിഷൻ ഓഫ് ആൽക്കഹോൾ അറ്റ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. മെനി മുസ്ലിം കൺട്രീസ് such as Saudi Arabia and other GCC countries prohibit alcohol for religious reason. And മറ്റൊരു രാജ്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഇൻ പബ്ലിക് പ്ലേസസ് ആൻഡ് സച്ച് ആസ് സ്ട്രീറ്റ് ആൻഡ് പാർക്സ് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ in most of the United States and some European countries too. But it is legal in others such as Belgium and Germany. ജർമ്മനിയിലും ബെൽജിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ലീഗലി ആക്സെപ്റ്റബിൾ. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഓരോ പ്രെസ്ക്രിപ്റ്റീവ് എന്ന പരമ്പരാഗതമായിട്ട് അവർ കൈമാറി വന്നിട്ടുള്ള സെർട്ടൻ കൈൻഡ്സ് ഓഫ് വാല്യൂസ്, നോംസ്, കസ്റ്റംസ്, ബിലീഫ്സ്, അതൊക്കെയാണ് എന്ത് പ്രെസ്ക്രിപ്റ്റീവ് കൾച്ചർ. ദെൻ അനദർ വൺ ഈസ് സോഷ്യലി ഷെയർഡ് കൾച്ചർ. ഫോർ എക്സാമ്പിൾ ചൈൽഡ് മാരേജ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 18th and 19th century. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മീൻ ടു പ്രൊട്ടക്ട് ദ ടീനേജ്ഡ് ഗേൾ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. സോഷ്യലി ഷെയർഡ് ആയിട്ട് വന്നു അല്ലേ? ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് സോഷ്യലി ഷെയർഡ് ആയിട്ട് വന്നിട്ടുള്ള കൾച്ചറുകളൊക്കെയാണ് എന്ത് പറയാം, സോഷ്യലി ഷെയർഡ് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ലേൺഡ് കൾച്ചർ. കൾച്ചർ ഈസ് അക്വയർഡ് ത്രൂ ലേണിംഗ് ബട്ട് നോട്ട് ഇൻഹെറിൻറ്റഡ് ജനറ്റിക്കലി. നമ്മൾ ജനറ്റിക്കലി ഉള്ളതല്ല, പക്ഷെങ്കിൽ എന്ത് ചെയ്യും, ലേൺഡ് ചെയ്തിട്ടുള്ള സെർട്ടൻ കൾച്ചറുകളാണ് അബ്സോർബ് ഓർ ലേൺഡ് കൾച്ചർ എന്ന് പറയാം അല്ലേ? അതായത് വെസ്റ്റേൺ കൾച്ചറൊക്കെ ന്യൂ ജനറേഷൻസ് ആർ യൂസിങ് റൈറ്റ് നൗ ആർ യൂസിങ് സെർട്ടൻ കൈൻഡ്സ് ഓഫ് ലേൺഡ് കൾച്ചേഴ്സ്. Then another one is subjective. Culture is subjective in the sense that people of different cultures have different ideas about the same object. ഒരേ ഒബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഡിഫറെൻറ്റ് റീജിയനിലുള്ള ഡിഫറെൻറ്റ് പീപ്പിളിനുള്ള തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ, അതിനാണ് നമ്മളെന്താ പറയുക സബ്ജക്റ്റീവ് കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡൗറി സിസ്റ്റം ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇന്ത്യയിൽ വധുവിൻ്റെ അച്ഛൻ വരന് അവരുടെ ചിലവിലേക്കുള്ളതായിട്ട് എന്ത് ചെയ്യും, ദൗറി കൊടുക്കും. ദൗറി സിസ്റ്റം ഉണ്ട്. അത് നേരെ GCC അറബ് കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ വരൻ വധുവിൻ്റെ അച്ഛന് എന്ത് ചെയ്യണം, ദൗറി കൊടുക്കണം അല്ലേ? ഇതാണ് എന്താ പറയുക സബ്ജക്റ്റീവ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ അനദർ വൺ ഈസ് ഡൈനാമിക്.
കൾച്ചർ ഈസ് നോട്ട് ഇമ്മ്യൂൺ ടു ചേഞ്ച്, ഇറ്റ്സ് ഗോസ് ഓൺ ചേഞ്ചിങ്. ഇതിങ്ങനെ കൾച്ചർ ഒരിക്കലും എന്താ പറയുക ഒരു ഫിക്സ്ഡ് സംഭവമല്ല, ഇറ്റ്സ് ഗോസ് ഓൺ ചേഞ്ചിങ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ഹൗസ് വൈഫ് നെവർ അലൗഡ് ഹെർ ഫാമിലി മെമ്പേഴ്സ് ടു ഈറ്റ് ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് 30 years ബാക്ക്. 30 വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ ഹൗസ് വൈഫ് നെവർ അലൗഡ് ടു go outside for eating. But in the present day, housewife prefers to eat outside along with the entire family at least once in a week. So these are all the culture. ഈ കൾച്ചറുകളെല്ലാം എന്ത് ചെയ്യും, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യണം, ബിസിനസ് ആസ് എ ഗുഡ് ബിസിനസ് മാൻ എന്ത് ചെയ്യണം, നമ്മൾ ഏത് രാജ്യത്താണോ, ഏത് റീജിയനിലാണോ, ഏത് ജിയോഗ്രഫിക്കൽ കണ്ടീഷനിലാണോ നമുക്ക് നിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള അവരുടെ കൾച്ചർ നമ്മളും അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മളുടെ ബിസിനസ്സിന് സക്സസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്ത്യാനൈസിങ് ഓൾ ദ മക്ഡൊണാൾഡ്സ് വേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ മിഡ് ഓഫ് 1990 ഒരുപാട് ഗ്ലോബൽ ഫുഡ് ചെയിൻസ് എൻറ്റേർഡ് ഇന്ത്യ to capture Indian food segment or market. പക്ഷെ അവരെല്ലാം ഫെയിലായിട്ട് അവരെന്ത് ചെയ്തു, തിരിച്ചു പോയി. ബിക്കോസ് ഓഫ് they are failed to adapt Indian culture. അങ്ങനെ ബൈ 1994 മക്ഡൊണാൾഡ്സ് ഒരു ഇന്ത്യൻ ലോക്കൽ പാർട്ട്നേഴ്സിനെ കൂടെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ദാറ്റ് നെയിം മീൻസ് ഹാർഡ് കാസ്റ്റിൽ റെസ്റ്റോറൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഇന്ത്യയുടെ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലോകത്ത് തന്നെ ആദ്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് മട്ടൺ ഫോർ ബീഫ് ഇൻ ദ ബർഗറുകളിൽ മട്ടൺ കൊണ്ടുവന്നു. അതേപോലെ അവരുടെ നെയിം ചേഞ്ച്ഡ്, മക്കലോ ആൻഡ് മഹാരാജ മാക്, വിച്ച് ഐ ഷോസ് ഇൻ പിക്ചർ, ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദെയർ ഡെസി മെനൂസ്. ആൻഡ് അതേപോലെ തന്നെ then extremely vegetable burgers. India was the first country to use the complete vegetable burger and creating the eggless mayonnaise vegetable burger. ഇങ്ങനെ നമ്മൾ കൾച്ചറിനനുസരിച്ച് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കരുതാം മക്ഡൊണാൾഡ്സ്. ഇന്ത്യ social environment consists of religious aspects, language, customs, tradition, beliefs, taste and preferences, social institute, living habits, dressing habits. These are all will influence the level of consumption. ഒരു മാർക്കറ്റിലെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതായത് സോഷ്യലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദാറ്റ് മാർക്കറ്റ്, അതേപോലെ റിലീജിയൻ, ഫാമിലി സിസ്റ്റം, ഇതൊക്കെയാണ് എന്ത് സോഷ്യൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദിസ് audio and presentation. Thank you.